ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് മോണിറ്ററി പോളിസിയാണ്. ഒരു ഇക്കോണമിയിലെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ ബാങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒന്നാണ് മോണിറ്ററി പോളിസി. ഇന്ത്യയിലെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് RBI ആണ്. ഈ ഒരു പ്രോസസ്സിലൂടെ നമുക്ക് പ്രൈസ് സ്റ്റെബിലിറ്റിയും ഇക്കോണമിക് ഗ്രോത്തും അച്ചീവ് ചെയ്യാൻ കഴിയുന്നുണ്ട്. രണ്ട് തരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസും മറ്റൊന്ന് ക്വാളിറ്റേറ്റീവ് ടൂൾസും ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസിൽ വരുന്നതാണ് ബാങ്ക് റേറ്റ്. ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്ക് RBIയിൽ നിന്നും ലോൺ എടുക്കാറുണ്ട്. ഈ ലോണിന് RBI ചുമത്തുന്നത് ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇൻഫ്ലേഷൻ്റെ ടൈമിൽ RBI ബാങ്ക് റേറ്റ് ഇൻക്രീസ് ചെയ്യും. കാരണം മണി സപ്ലൈ കൂടുതലുള്ള ടൈമാണല്ലോ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മണി സർക്കുലേഷൻ കുറക്കുന്നതിന് വേണ്ടിയിട്ട് ബാങ്ക് റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഈ ഒരു RBIയിൽ നിന്നും എടുക്കുന്ന ലോൺ എമൗണ്ട് വളരെ കുറവായിരിക്കും. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ നമ്മൾ ലോൺ എമൗണ്ട് കൂടുതലായിട്ട് എടുക്കാറില്ല, അത് കുറച്ചേ എടുക്കുകയുള്ളൂ. അതേപോലെ തന്നെ ഈ ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് പബ്ലിക്കിന് ലെൻഡ് ചെയ്യുന്ന എമൗണ്ടിലും മണിയിലും ഇതേപോലെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും. അങ്ങനെ നമുക്ക് മണി സപ്ലൈ കുറക്കാൻ കഴിയും. അതേപോലെ തന്നെ ഡിഫ്ലേഷൻ്റെ ടൈമിൽ ഈ ഒരു ബാങ്ക് റേറ്റ് ഡിക്രീസ് ചെയ്യും. അങ്ങനെ നമുക്ക് മണി സപ്ലൈ കൺട്രോൾ ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് വരുന്നതാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ RBI ഗവൺമെൻറ് സെക്യൂരിറ്റീസ് സെല്ല് ചെയ്യുകയും പർച്ചേസ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇൻഫ്ലേഷൻ്റെ ടൈമിൽ RBI ഈ ഒരു സെക്യൂരിറ്റീസ് സെല്ല് ചെയ്യും. ഡിഫ്ലേഷൻ്റെ ടൈമിൽ ഈ ഒരു ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിൽ സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് CRR, ക്യാഷ് റിസർവ് റേഷ്യോ. അതായത് ഒരു സർട്ടൻ പെർസെൻറ്റേജ് ഡെപ്പോസിറ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് RBIയിൽ കീപ്പ് ചെയ്യണം. ഈ ഒരു എമൗണ്ടിനെയാണ് CRR എന്ന് പറയുന്നത്. ഇൻഫ്ലേഷൻ്റെ ടൈമിൽ CRR ഇൻക്രീസ് ചെയ്യും, ഡിഫ്ലേഷൻ്റെ ടൈമിൽ CRR ഡിക്രീസ് ചെയ്യും. ദെൻ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് ബാങ്ക്സിൻ്റെ ലയബിലിറ്റീസ് RBIയിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് കീപ്പ് ചെയ്യണം. ഈ ഒരു ലിമിറ്റിനെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഇതും സെയിം ആണ്. ഇൻഫ്ലേഷൻ ടൈമിൽ ഇൻക്രീസ് ചെയ്യും, ഡിഫ്ലേഷൻ ടൈമിൽ ഡിക്രീസ് ചെയ്യും. ദെൻ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി. അതെന്താണെന്ന് പറഞ്ഞാൽ ബാങ്കുകൾക്ക് വളരെ ഷോർട്ട് ടേം പീരീഡിലേക്ക് പണം ആവശ്യമായിട്ട് വന്നാൽ അത് പ്രൊവൈഡ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റിയാണ് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഇത് വളരെ കുറഞ്ഞ ടൈമിലേക്ക് ഷോർട്ട് ടേം ലിക്വിഡിറ്റി പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സഹായിക്കുന്നു.